ഉത്രാടത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 5-ാം ഭാവസ്ഥിതനായ വ്യാഴം 6-ാം ഭാവത്തിലേക്ക് പോന്നു എന്നതുകൊണ്ട് തന്നെ പൊതുവെ ജീവിതത്തിൽ അനാവശ്യമായ വെല്ലുവിളികളും മറ്റൊക്കെ വന്നു ചേരാൻ വേണ്ടി തുടങ്ങുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ മനസ്സിലാക്കണം. അനാവശ്യമായ മത്സരങ്ങളിൽ ഏർപ്പെടുക, അനാവശ്യമായി മറ്റുള്ളവരോട് മത്സര ബുദ്ധി തോന്നുക, ഇതൊക്കെയുള്ള ഒരു കാലഘട്ടം ഈ വൃശ്ചികക്കൂറിൻ്റെ ചൊവ്വ 3-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ധൈര്യം, വീര്യം ദുർബുദ്ധിയും, ഈ നമ്മുടെ ബുദ്ധി തന്നെ നമ്മളെ വേറെ തരത്തിലേക്ക് വാശി കൂട്ടിത്തരുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ മനസ്സിലാക്കി നീങ്ങണം. അതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരും മധ്യവയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്കുമാണ് ഈ ഒരു ബുദ്ധിമുട്ട്. മറ്റ് ജോലിയും മറ്റൊക്കെ ആയി പോകുന്നവർക്ക് അത്രയധികം സമയം ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്യാൻ. എങ്കിൽ പ്രായമായിട്ടുള്ളവരും ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു വിചാരം വരരുത്. അതൊരു ബുദ്ധിമുട്ടാണ്. ധനുക്കൂറുകാർക്ക് അതാണ് ഈ ഒരു വാരത്തിൽ അങ്ങനെയുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ 6-ാം ഭാവത്തിൽ അതോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധപ്പെട്ടുള്ള ക്ലേശങ്ങൾ ചെറിയ തോതിൽ, സ്കിൻ അലർജി പോലുള്ളതോ, നേത്ര രോഗങ്ങളും, അതോടൊപ്പം തന്നെ ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും പാദരോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള അഭിവൃദ്ധി കൂടുന്നതിനും വാഹന ലഭ്യത ഉണ്ടാവുന്നതിനും വണ്ടി വാങ്ങുന്നതിനും അതിനൊക്കെയുള്ള ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനുകൂലപ്പെട്ട് വരും. അതോടൊപ്പം തന്നെ ഭവനങ്ങൾ വാങ്ങുന്നത് അന്വേഷിക്കുന്നവർ, എന്തിനു പറയണു, ഒരു വാടക വീട് പോലും ചിലപ്പോൾ അന്വേഷിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് നേരെയായി വരിക. എത്രയോ പേരാണ് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പല വിഷമങ്ങൾ. അതിനൊക്കെയുള്ള ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിൽ ഒരു പരിധിവരെ ബുദ്ധിമുട്ട് ഏർപ്പെട്ടിട്ടുള്ളവർക്ക്, കേസ് വകകളും മറ്റൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലമാണ്. പൊതുവെ ഈ ധനുക്കൂറുകാർ സ്വല്പം അവനവനിലേക്കൊന്ന് ചുരുങ്ങാൻ സാധിക്കുക. വെറുതെ അറിയാതെ ദേഷ്യം വരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേണ്ടാതെ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം ധനുക്കൂറുകാരെ സംബന്ധിച്ച്. വിവാഹാദി വിഷയങ്ങളിലൊക്കെ തടസ്സം മാറി മുന്നോട്ട് നീങ്ങുന്നതിന് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. വിദേശ സഞ്ചാര യോഗങ്ങളും അതോടൊപ്പം തന്നെ കർമ്മയോഗങ്ങളും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം കാണുന്നുണ്ട്. എങ്കിൽ അശ്രദ്ധയും അതോടൊപ്പം തന്നെ ഈ മത്സര്യാദി മനോവിചാരവും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വളരെയധികം അനുകൂലത്തെ കൊണ്ടുതരാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമാണ്. ഈ ധനുരാശിയുടെ രാശിനാഥനായ വ്യാഴമാണ് 6-ാമിടത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷഷ്ടം ദ്വാദശം അഷ്ടമം ജമുനയോ ഭാവാൻ അനിഷ്ടാൻ വിധു എന്നാണ്. ഈ 3 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി അത്രയധികം നല്ലതല്ല എന്നാണ് പറയുന്നത്, അല്ലേ? സൂര്യപ്രകാശം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നട്ടുച്ചയ്ക്ക് കുറച്ച് നേരം നിന്നാൽ കുഴഞ്ഞു വീഴൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് നമുക്ക് ആ ഒരു വ്യാഴത്തിൻ്റെ അനുകൂലമാണ് ഇത്ര ദിവസവും കിട്ടിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് തിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അവനവനെ കൊണ്ടുള്ള സ്വയംകൃതമായിട്ടുള്ള അനർത്ഥങ്ങളും ചിന്തകളും ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കണം. ശനിക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യാൻ സാധിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. 10-ാം ഉദയ ദിവസം കാലത്ത് എഴുന്നേറ്റ് ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുന്നതിനും ധർമ്മദൈവ ക്ഷേത്രത്തിൽ തൊഴുന്നതിനും പാരമ്പര്യ തറവാട് ക്ഷേത്രങ്ങളിലൊക്കെ ദർശിക്കുന്നതൊക്കെ ഈ ഒരു വാരത്തിൽ 22-ാം തീയതിയാണ് 24-ാം തീയതിയാണ് 10-ാം ഉദയം. അന്നത്തെ ദിവസം അത് ചെയ്യാൻ സാധിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.